ജില്ലയിൽ 34 കോടി രൂപയുടെ ഓൺലൈൻ തട്ടിപ്പ് കേസുകൾ രജിസ്റ്റർ ചെയ്തുവെന്ന് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ. മലപ്പുറം ഉൾപ്പെടെയുള്ള വടക്കൻ ജില്ലകളിൽ ഉള്ളവർക്ക് ഈ തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഇവരുടെ കയ്യിൽ നിന്ന് ആർക്ക് പണം കൈമാറിയെന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർ ചമഞ്ഞ് ആരെങ്കിലും ഓൺലൈൻ മുഖാന്തരം ബന്ധപ്പെട്ടാൽ പോലീസിനെ അറിയിക്കണമെന്നും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓരോ മെസ്സേജും അത് ശ്രദ്ധയോടെ നിരീക്ഷിക്കണമെന്നും ചൈത്ര തെരേസ ജോൺ ന്യൂസ് 18 പറയുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഓൺലൈൻ മുഖാന്തരമുള്ള തട്ടിപ്പുകൾ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് തന്നെ ആലപ്പുഴ ജില്ലയിൽ 7 കോടി രൂപയുടെ ഒരു തട്ടിപ്പാണ് കഴിഞ്ഞ ദിവസം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഈ സംഭവങ്ങളെക്കുറിച്ച് പ്രതികരിക്കുകയാണ് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ. ഈ 7 കോടി രൂപയുടെ തട്ടിപ്പ്, ഈ കേസുകളൊന്നും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എല്ലാം തന്നെ വിദ്യാഭ്യാസമുള്ള ആളുകൾ എങ്ങനെയാണ് ഇങ്ങനൊരു വലിയ തട്ടിപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്? ഇത് എനിക്ക് തോന്നുന്നത് ഈ സൈബർ ഫ്രോഡ് നടത്തുന്ന ആൾക്കാർ ഓരോ പ്രാവശ്യവും അവരുടെ മോഡസ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ചില കാര്യങ്ങളെപ്പറ്റി ആൾക്കാർ അവെയർ ആകുമ്പോൾ പിന്നെ അവർ വേറെ പുതിയ മോഡസിലോട്ട് കിടക്കുകയാണ്. അപ്പം ഇതിപ്പോൾ സംഭവിച്ചേക്കുന്നത് ഷെയർ ട്രേഡിൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും പൈസ അവരുടെ അടുത്ത് നിന്ന് വാങ്ങുകയും അതുപോലെ തന്നെ ഇത്രയും കുറച്ച് പൈസ ഇട്ട് കഴിയുമ്പോൾ പിന്നെ ഈ പൈസ മുഴുവൻ തിരിച്ചു തരാനായിട്ട് ഇത്രയും കൂടി പൈസ ഇട്ട് കഴിഞ്ഞാൽ മുഴുവൻ തിരിച്ചു തരാം, അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കുറച്ചായിട്ട് വാങ്ങിയാണ് ഇത്രയും കോടി രൂപ പോയേക്കുന്നത്. അപ്പം പലതും ഈ വളരെ വിശ്വസനീയമായിട്ടുള്ള രീതികളിലാണ് ഈ ഇതിനകത്ത് ഈ ഫ്രോഡ്സ്റ്റേഴ്സ് കാര്യങ്ങൾ അവരുടെ ഒരു എന്താ പറയുക അവർ സംസാരിക്കുന്ന രീതിയും അവരുടെ അല്ലെങ്കിൽ വാട്സാപ്പിലുള്ള ലോഗോസും കാര്യങ്ങളൊക്കെ അവർ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ഈ മോഡസ് മാറി വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ കേസുകളുടെ എണ്ണവും കൂടി വരുന്നത്. ക്രൈം 7 കോടി രൂപയുടെ തട്ടിപ്പ് നടന്ന കേസിൽ അവര് ഒരു ട്രെയിനിങ് ഉൾപ്പെടെ നൽകിയിരുന്നു എന്ന് പറയുന്നു. 3 മാസം ട്രെയിനിങ് ഉൾപ്പെടെ. അതൊക്കെ ഇങ്ങനെ ഓൺലൈൻ വഴിയായിരുന്നോ? എന്തായിരുന്നു അതിന്റെ ഒരു? പോലീസുകാർക്ക് നല്ല ട്രെയിനിന്റെ കാര്യമാണോ പറയുന്നത്? അല്ലല്ല, ഈ 7 കോടി രൂപയുടെ തട്ടിപ്പിനിരയായ ഡോക്ടർ നൽകിയ മൊഴി പ്രകാരം അവർക്ക് ട്രെയിനിങ് ഒക്കെ ഓൺലൈനായി ലഭ്യമായിരുന്നു. അത്രയും വിശ്വസനീയമായ ഒരു സോഴ്സ് അങ്ങനെയാണ്. ശരി, അവരുടെ ആ ട്രേഡിംഗിന്റെ ഭാഗമായിട്ടല്ലേ? അതെ. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ എടുത്തു വരുന്നേ ഉള്ളൂ. കാരണം 2-3 ദിവസമായിട്ടുള്ള കേസ് എടുത്തിട്ട്. അപ്പം അതെന്താന്നുള്ളത് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് വിശദമായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പം ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള ഫർദർ നടപടിയിലോട്ട് കിടക്കാനായിട്ട്. അതിനകത്ത് വേറൊരു കാര്യം അസ്വാഭാവികമായി തോന്നിയത് ഈ ബാങ്കുകളുടെ ഒരു ഇടപെടലാണ്. അതായത് ഇത്രയധികം തുക ഒരു ദിവസം ഇപ്പം നമുക്കറിയാം നോർത്തിൽ ഫയൽ ചെയ്തിട്ടുള്ള കേസിലാണെങ്കിൽ പോലും ഒരു ദിവസം തന്നെ 40 ലക്ഷം രൂപയോളം അക്കൗണ്ടിലേക്ക് വരുവാണ്. അപ്പൊ ഇത്തരം അസ്വാഭാവികമായ രീതിയിൽ പണം വന്നിട്ടും ബാങ്കുകൾ എന്തെങ്കിലും ഇൻഫർമേഷൻ പോലീസിന് കൈമാറിയിരുന്നോ? ബാങ്കുകൾ സ്വമേധയാ കൈമാറുന്നതിൽ ആക്ച്വലി അങ്ങനെ ചെയ്യണം എന്നുള്ളൊരു നിയമം ഉണ്ടെന്ന് എന്റെ അറിവിലില്ല. പക്ഷേ നമ്മൾ ഇവിടുത്തെ കേരളത്തിലുള്ള ബ്രാഞ്ചുകളായിട്ട് നമ്മൾ സമീപിക്കുമ്പോൾ അവർ മോസ്റ്റ്ലി വളരെ കോപ്പറേറ്റീവ് ആണ്. കേരളത്തിലുള്ള ബാങ്കുകളാകുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എടുത്തു തരുന്നുണ്ട്, ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എടുത്തു തരുന്നുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ അറസ്റ്റിലോട്ടൊക്കെ നീങ്ങാൻ പറ്റുന്നത്. നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ ഈ കൊല്ലം ഒരു 46 അറസ്റ്റ് ഉണ്ട്. ഒരു നല്ല ശതമാനം അതിനകത്ത് കേരളത്തിന്റെ ഉള്ളിലുള്ള ആൾക്കാരെ തന്നെ നമ്മൾ അറസ്റ്റ് ചെയ്തേക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ പുറത്തുള്ള ബാങ്കുകളിലെ ബ്രാഞ്ചുകളിൽ നിന്ന് ഡീറ്റെയിൽസ് കിട്ടാനുള്ള ഒരു ഡിലേ ഉണ്ട്. പിന്നെ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയത് അവരുടെ റൂൾസും കാര്യങ്ങളും എല്ലാം ഫോളോ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. അതുകൊണ്ട് അവർക്കൊരു ലീഗൽ നടപടികളിലോട്ട് പോകാനുള്ള ഒരു പിന്നെ അവർക്ക് വേറെയും കുറെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അവർക്ക് അതിന്റെ ഒരു കുറച്ച് പരിമിതികളുണ്ട്. പക്ഷെ കേരളത്തിനുള്ളിലുള്ള ബ്രാഞ്ചുകളിൽ നിന്ന് നോർമലി നമുക്ക് വളരെ നല്ല സഹകരണമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു വ്യാപാരിനെ ടെലികോം അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആളുകൾ എന്നുള്ള രീതിയിൽ ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ 2 മണിക്കൂർ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനകത്തും ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ആളുകൾ കൂടുതലും വടക്കൻ കേരളം കേന്ദ്രീകരിച്ചുള്ള ആളുകളാണ്. മലപ്പുറത്തുള്ള ആളുകളുണ്ട്, കോഴിക്കോടുള്ള ആളുകളുണ്ട്. അപ്പം ഇവർക്കെല്ലാം ഒരു വിദേശ പശ്ചാത്തലവും ഉണ്ടല്ലോ, പലരും NRIs ആണല്ലോ. അതെ, ഇത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ ഇതിന്റെ അകത്ത് ഇപ്പം പല ആൾക്കാരും അവരുടെ അക്കൗണ്ടുകൾ വിൽക്കുകയാണ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ ഈ രീതിയിൽ വിൽക്കുന്ന ആൾക്കാർക്ക് തന്നെ അറിയില്ല ആക്ച്വലി ഇത് എന്തിനും യൂസ് ചെയ്യാൻ പോകുന്നുള്ളൂ. അതും ഒരു അക്കൗണ്ട് തന്നെ പല ആൾക്കാരുടെ കയ്യിൽ നിന്ന് കൈമാറി ഇപ്പൊ ഒരാളുടെ അക്കൗണ്ട് ചിലപ്പോൾ ഒരാൾക്ക് വിറ്റിട്ടുണ്ടാവും, അയാളത് വേറെ ആൾക്ക് വിറ്റിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ ഒരു ചെയിൻ ഉണ്ട് ഇതിനകത്ത്. അപ്പം ഇതിനകത്ത് അൾട്ടിമേറ്റ് ഇതിന്റെ അകത്തുള്ള ഉപഭോക്താവ് എന്നുള്ള രീതിയിലോട്ട് എത്തണമെങ്കിൽ പലപ്പോഴും നമുക്ക് ആ അൾട്ടിമേറ്റ്ലി ഈ പൈസ എങ്ങോട്ടാണ് പോയേക്കുന്നുള്ളതോ അല്ലെങ്കിൽ ഈ ഇപ്പം നെറ്റ് വഴിയുള്ള ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ അതിന്റെ IP ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് നമുക്ക് കിട്ടുക. ഇപ്പൊ ഇതിപ്പോ ഈ ചോദ്യം ചെയ്തെന്ന് പറയുന്നത് അതാണ് ഇപ്പോൾ ഒരു പുതുതായിട്ട് വന്നേക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ കഴിഞ്ഞ ചൈത്ര തെരേസ ജോണാണ് പ്രതികരിച്ചത്. എന്നാലും വലിയൊരു തട്ടിപ്പ് ടെലിഗ്രാമൊക്കെ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ശരണ ദിവസങ്ങളായി ഇപ്പോൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ പ്രതികരണമാണ് ചൈത്ര തെരേസ ജോണിന് തെളിയത്. എന്നാലും മോർണിംഗ് ന്യൂസിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. വീണ്ടും നാളെ കാണാം. നമസ്കാരം.